നടൻ, രാഷ്ട്രീയക്കാരൻ. സുരേഷ് ഗോപിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈയിടെയായിട്ട് വലിയൊരു ചർച്ചയാണല്ലോ. പക്ഷേ എപ്പോഴാണിതെല്ലാം തുടങ്ങിയത്? ഇതിന്റെ പിന്നിലൊരു കഥയുണ്ട്. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ തുടങ്ങാലേ? അപ്പോ ഇതാണ് മെയിൻ ചോദ്യം. സുരേഷ് ഗോപി ഈ അടുത്ത കാലത്ത് മാത്രമാണോ ആളുകളെ സഹായിക്കാൻ തുടങ്ങിയത്? സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ഒരു ചോദ്യം ഭയങ്കരമായിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. ഇതൊരു പുതിയ കാര്യമാണോ, അതോ ഇതിന് വർഷങ്ങളുടെ പഴക്കമുണ്ടോ? നമുക്കൊന്ന് നോക്കാം. ഈ ചർച്ചയൊക്കെ തുടങ്ങുന്നത് ശരിക്കും ഒരു രാഷ്ട്രീയ നേതാവിന്റെ പ്രസ്താവനയിൽ നിന്നാണ്. സംഭവം ഇത്രയുള്ളൂ. സുരേഷ് ഗോപിയുടെ ഈ സഹായങ്ങളൊക്കെ ഇലക്ഷൻ അടുത്തപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയാണെന്നായിരുന്നു ആ ഒരു സംസാരം. പിന്നെ പറയണ്ടല്ലോ, അതോടെ ഓൺലൈനിൽ വലിയ ചർച്ചയായി, സൈബർ അറ്റാക്കും തുടങ്ങി. പക്ഷേ ഇതിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റത്തിന്റെ കഥയൊന്നും ഒരു രഹസ്യമല്ല. സുരേഷ് ഗോപി തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണിത്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഈ ഒരു വഴിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന ഒരു പ്രത്യേക സംഭവമുണ്ട്. ആ കഥയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നമ്മൾ പോകുന്നത് ഏകദേശം 20 വർഷം പിന്നോട്ടാണ്, കൊട്ടിയത്തേക്ക്. അവിടെ ബെൻസൺ, ബെൻസി എന്നു പേരുള്ള 2 കുട്ടികളുണ്ടായിരുന്നു, സഹോദരങ്ങളാണ്. അവരുടെ പ്രശ്നം എന്തായിരുന്നുവെന്നോ, അവർക്ക് HIV ബാധിച്ചിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ട് സമൂഹം മുഴുവൻ അവരെ അങ്ങ് മാറ്റി നിർത്തി. ആരും അടുപ്പിക്കില്ല, സംസാരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ കംപ്ലീറ്റ് ഒറ്റപ്പെടൽ. അങ്ങനെ സമൂഹം മുഴുവൻ ഒറ്റപ്പെടുത്തിയ ആ കുട്ടികളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരികയാണ്. അന്നത്തെ ആരോഗ്യ സെക്രട്ടറി സുഷമ സ്വരാജിനെ പോലുള്ള വലിയ ഉദ്യോഗസ്ഥരൊക്കെ ഇടപെട്ടു, ആളുകളുടെ മനസ്സ് മാറ്റാൻ നോക്കി. പക്ഷെ ഒന്നും നടന്നില്ല. ആ സമയത്താണ് സുരേഷ് ഗോപി അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം ആ കുട്ടികളെ കാണുക മാത്രമല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച്, ക്യാമറകളുടെ മുന്നിൽ വെച്ച് അവരെ കെട്ടിപ്പിടിച്ചു. അതൊരു വലിയ സംഭവമായിരുന്നു. ആ ഒരൊറ്റ പ്രവൃത്തിയിലൂടെ ആളുകളുടെ മനസ്സിലെ ഭയം പതിയെ പതിയെ മാറാൻ തുടങ്ങി. അങ്ങനെയാണ് ആ കുട്ടികളെ സമൂഹം പതിയെ അംഗീകരിച്ചു തുടങ്ങി. ആ സംഭവത്തെക്കുറിച്ച് സുരേഷ് ഗോപി പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് എന്താണെന്നറിയോ? എൻ്റെ പബ്ലിക് സർവീസിൻ്റെ ട്രെയിനിങ് ഗ്രൗണ്ട് അതായിരുന്നു എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ആഴത്തിലാണ് ആ സംഭവം അദ്ദേഹത്തെ സ്വാധീനിച്ചതെന്ന്. ആ ഒരു അനുഭവമാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഒരു ബേസായി മാറിയത്. അപ്പോൾ ഈ ബെൻസിൻ്റെയും ബെൻസിയുടെയും കഥ ഒരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല, അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിനുശേഷവും നമ്മൾ ഒരുപാട് തവണ ഇത് കണ്ടിട്ടുണ്ട്. ഓർമ്മയില്ലേ കോടീശ്വരൻ പ്രോഗ്രാം? അതിൽ വരുന്ന പല മത്സരാർത്ഥികൾക്കും സമ്മാനം കിട്ടിയില്ലെങ്കിലും അദ്ദേഹം സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ ഈയിടെ ഒരു അമ്മയുടെയും മകളുടെയും വീട് ജപ്തി ചെയ്യാൻ പോയപ്പോൾ ആ കടം മുഴുവൻ ഏറ്റെടുത്ത് തീർത്തതും വലിയ വാർത്തയായിരുന്നല്ലോ. 0. എന്താണിത്? ഇതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. അതായത് അദ്ദേഹം ചെയ്ത സഹായങ്ങളുടെ ഒന്നും കണക്ക് ഒരിടത്തും പരസ്യമായി പറഞ്ഞിട്ടില്ല. എത്ര പേരെ സഹായിച്ചു, എന്തു കൊടുത്തു എന്നൊന്നും എവിടെയും ഒരു കണക്ക് വെച്ചിട്ടില്ല. ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് മേനി നടിക്കുന്നൊരു ശീലം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഇവിടെയാണ് പൊതുസേവനത്തിലുള്ള 2 തരം കാഴ്ചപ്പാടുകൾ നമ്മൾ കാണുന്നത്. ഒരു വശത്ത് സുരേഷ് ഗോപിയുടെ രീതി, സഹായം ചെയ്യുന്നു, പക്ഷെ അതിൻ്റെ കണക്ക് പറയുന്നില്ല, മേനി നടിക്കുന്നില്ല. എന്നാൽ മറുവശത്ത് വേറൊരു രീതിയുണ്ട്. സഹായങ്ങളൊക്കെ കൊടുത്തിട്ട് വോട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ചതിച്ചു എന്ന് ജനങ്ങളോട് പരാതി പറയുന്നൊരു രീതി. ഇത് ശരിക്കും പൊതുപ്രവർത്തനത്തോടുള്ള 2 വ്യത്യസ്ത സമീപനങ്ങളല്ലേ? അപ്പോൾ ഈ കഥയെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും. ഒരാളുടെ സാമൂഹ്യ പ്രവർത്തനത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? അത് എപ്പോൾ തുടങ്ങിയെന്നതിലാണോ കാര്യം, അതോ എത്ര കാലമായി സ്ഥിരമായി ചെയ്യുന്നു എന്നതിലാണോ, അതോ എല്ലാത്തിനും ഉപരിയായി അതിൻ്റെ പിന്നിലെ ഉദ്ദേശശുദ്ധിയിലാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്.